പാർലമെന്റ് കവാടത്തിൽ ഇന്നും ഭരണപ്രതിപക്ഷ പ്രതിഷേധമാണ്. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയും അയോധ്യ സംഭാവന കൊള്ളയും ഉയർത്തിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം. ജാർഖണ്ഡിലെ ലാത്തിചാർജിൽ NDA അംഗങ്ങളും പ്രതിഷേധിച്ചു. ER രാഗേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാണ് എന്നുള്ളതാണ്. പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ പുറത്ത് വലിയ പ്രതിഷേധം നടക്കുന്നു. അപ്പോൾ എന്തെല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്നത്തെ പ്രതിഷേധം? സ്വാതി, കഴിഞ്ഞ ദിവസത്തിന്റെ തനിയാവർത്തനമാണ് ഇന്നിപ്പോൾ പാർലമെന്റ് കവാടത്തിൽ നടക്കുന്നത്. കാരണം പ്രതിപക്ഷ അംഗങ്ങൾക്ക് പുറമെ NDA അംഗങ്ങളും പ്രതിഷേധിക്കുകയാണ്. മകരദ്വാറിലാണ് വലിയ പ്രതിഷേധം നടക്കുന്നത്. പ്രധാനമായും സംഭാവന കൊള്ള നടത്തിയത് ആര് എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം നടക്കുന്നത്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അമിത്ഷാ സഭയിൽ എത്തണമെന്ന് അംഗങ്ങൾ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് NDA അംഗങ്ങളും ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്നത് ജാർഖണ്ഡിൽ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയാണ്. അതിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നിലപാട് വ്യക്തമാക്കണം എന്നൊരാവശ്യമാണ് ഇന്നിപ്പോൾ അവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് NDA അംഗങ്ങളുടെ പ്രതിഷേധം സഭാ കവാടത്തിൽ ഉണ്ടായത്. പക്ഷേ ഇന്നലത്തേതുപോലെ നേർക്കുനേർ നിന്നുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം വിളി ഏതായാലും ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഒപ്പം ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അമിത്ഷാ ഇന്ന് സഭയിൽ എത്തിയേക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അമിത്ഷാ എവിടെ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് സഭയിൽ അമിത്ഷാ എത്തിയേക്കുമെന്നാണ് സൂചന. 2 ബില്ലുകൾ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ അടക്കം പേരുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് രാജ്യസഭയിൽ ഇന്ന് പാസ്സാക്കാനിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അമിത്ഷാ ആ സഭയിൽ രാജ്യസഭയിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ ഒരു അന്തിമ ധാരണ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അമിത്ഷായുടെ പ്രസ്താവനയും ഇന്ന് പ്രതീക്ഷിച്ചേക്കാം. വലിയ പ്രതിഷേധത്തിനും ഇന്ന് അപ്പോൾ രാജ്യസഭ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. സ്വാതി. ശരി, ER രാഗേഷ്.